കേരള ജനപക്ഷം നേതാവ് PC ജോർജും മകൻ ഷോൺ ജോർജും BJP-യിൽ ചേർന്നു. കേരള ജനപക്ഷം പാർട്ടി BJP-യിൽ ലയിച്ചു. കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ, കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖർ, V മുരളീധരൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പാർട്ടി ആവശ്യപ്പെട്ടാൽ പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്ന് PC ജോർജ് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് 5 MP-മാർ ഉണ്ടാകുമെന്നും PC ജോർജ് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് ഞാനാണെന്ന് ഇനി ഞാൻ നിൽക്കണോ വേണ്ട തീരുമാനം എനിക്കെന്ത് അവകാശം? അത് എന്തർത്ഥം? അത് BJP-യുടെ ഞാൻ BJP-യുടെ പ്രവർത്തകനാണ്, ഒരു സംശയമുണ്ട്. BJP നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കേണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കേണ്ട. ഒരു കാര്യം പറയാം, ഒരിക്കലും നിൽക്കണമെന്നൊരു ആഗ്രഹം പോലും ഒരിടത്തും ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ എന്നോട് ഇങ്ങനെ ചോദിക്കില്ല, എന്താണെന്ന് എനിക്കറിയില്ല. ഞാനിതൊന്നും ചോദിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, പദവികളൊക്കെ തന്നെ പ്രവർത്തനത്തോട് വന്നു ചേരുന്നതാണ്. ഞാൻ പദവിക്ക് വേണ്ടി ഇത് ചോദിച്ചോ? ഒരു പദവിയും ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഞാൻ അങ്ങനെ ചോദിക്കുന്ന പ്രശ്നവുമില്ല. ഞാൻ ഉൾപ്പെട്ട BJP-യുടെ പ്രവർത്തകർ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ ജയിക്കാൻ വേണ്ടിയുള്ള മത്സരമാണ് ഞങ്ങൾ നടത്തുന്നത്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി PC ജോർജിന് പാർട്ടി അംഗത്വം നൽകുന്നു. BJP ഉദ്ദേശിക്കുന്നത് എന്താണ്? വേണു, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ തന്നെയാണ് കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടും നടക്കുന്നത്. ഇന്ന് അല്പം മുൻപാണ്, ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് ഈ കേരള ജനപക്ഷം എന്ന PC ജോർജിന്റെ പാർട്ടി BJP-യോടൊപ്പം ലയിക്കുന്നത്. പാർട്ടി BJP-യുടെ ആസ്ഥാനത്ത്, ഡൽഹി ആസ്ഥാനത്ത് വെച്ചായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ പുരോഗമിച്ചത്. കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കർ, രാധാ മോഹൻ അഗർവാൾ എന്നിവർക്കൊപ്പം കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖറും V മുരളീധരനും ഉണ്ടായിരുന്നു. ഒപ്പം അനിൽ K ആന്റണിയും ഈ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ടുണ്ട്. എന്തായാലും ഈ പാർട്ടി അംഗത്വം സ്വീകരിച്ചു. അല്പസമയം കഴിയുമ്പോൾ JP നദ്ദയുമായി ഒരു കൂടിക്കാഴ്ച PC ജോർജ് നടത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായിട്ട് ഈ അംഗത്വം സ്വീകരിക്കുന്നത്. ഒപ്പം ലയന സമ്മേളനവും ഉടൻ തന്നെ വിളിച്ചു ചേർക്കും. കേരളത്തിലായിരിക്കും അത്തരം സമ്മേളനങ്ങൾ പുരോഗമിക്കുക. അംഗത്വം സ്വീകരിച്ച ശേഷം കേരളത്തിലെ കോൺഗ്രസിനെയും ഇടതിനെയും ഒരുപോലെയാണ് PC ജോർജ് വിമർശിച്ചത്. അതായത് കേരളം ഒരു കടക്കണിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതാണ്ട് 4 ലക്ഷം കോടിയോളം കടം കേരളത്തിനുണ്ട്. UDF-ഉം LDF-ഉം ഒരുമിച്ച് ചേർന്നാണ് അതായത് ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് കേരളത്തിൽ ഈ സമീപകാലത്തെല്ലാം അരങ്ങേറുന്നത്. ഗവർണർക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നു, അതിന് മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്നുവെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഈ ജനങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ഭരണത്തിൽ അവർ കേരളത്തിലെ ജനങ്ങൾ തൃപ്തരാണ്. അതുകൊണ്ട് തന്നെയാണ് താനും ഈ പാർട്ടിക്കൊപ്പം ചേരുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 5 സീറ്റെങ്കിലും BJP നേടുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ കേരള ജനപക്ഷം എന്ന പാർട്ടി ഇപ്പോൾ BJP-യിൽ ലയിച്ചിരിക്കുകയാണ്. വേണം. ശരി, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.